10,000-2000 വോട്ടാ ഈ കോളനി ഉള്ളത്. അതൊഴിപ്പിച്ചാൽ പോയില്ലേ? അത് വിട്ട് കളിക്കൂല പുള്ളിയും പുള്ളിയുടെ പാർട്ടിയും. നമ്മളെ കൂടെ നിർത്തിയിരിക്കുന്നത് എന്തിനാന്ന വിചാരം? കോളനിക്കാർ നിന്റെ കൂടെ ഉള്ളതുകൊണ്ടാ, അവർ നിന്റെ സമുദായക്കാരായോണ്ടാ. എടാ, നീയാണ് കോളനിയിൽ അയാളുടെ ശക്തി, ആളുകൾ നിന്റെ കൂടെ. ശരിക്കും പറഞ്ഞാൽ അയാളുടെ അല്ല, നിന്റെ ശക്തിയല്ലടാ. സമരങ്ങളിലൂടെയാണല്ലോ പുതിയ നേതാക്കളുണ്ടാവുന്നത്. ഇത് നിന്റെ അവസരമാണ്. കമ്പനിയോടെ വരണം. നാട്ടുകാർക്ക് വേണ്ടി അതിന് നീ മുന്നിൽ നിൽക്കണം. ഇനി അയാളുടെ തുപ്പലം നമ്മുടെ മേത്ത് വീഴണ്ട. എടാ, രഘുവേട്ടൻ വെറുതെ ഇരിക്കില്ല കേട്ടോ. നമ്മളും ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങാൻ വരും, അവരെ സമരം ചെയ്ത് പൂട്ടിക്കെട്ടി ഓടിക്കും. പറയുമ്പോ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന പേരും. സത്യത്തിൽ കമ്പനി പറയുന്നതൊക്കെ വേണ്ടാന്ന് വെച്ച് ഇവിടെ തന്നെ കൂടിയാൽ നമുക്ക് എന്താണ് നേട്ടം? നാളെ നമ്മളിത് ഈ കോളനി തന്നെ സമയത്തിന് കരണ്ടും വെള്ളവും കിട്ടാൻ വേണ്ടി തല്ലുണ്ടാക്കി തിങ്ങി ഞെരുങ്ങി ദേ ഇവിടെ തന്നെ തീരും. നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചാലോ? കുടുംബത്തിലൊരാൾക്ക് ജോലി, വേറൊരിടത്ത് മെച്ചപ്പെട്ട വീട്, പഠിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തിക സഹായം, ഇതെല്ലാം മാറ്റമല്ലേ? മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ സമരം. ഇവിടെ കമ്പനി വരാതിരിക്കാൻ പലരും ശ്രമിക്കും, പലരും. അവർക്കൊക്കെ എതിരെയാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്. ഇവിടെ കമ്പനി വരണം, അതിനായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. കമ്പനിയായിട്ടുള്ള എഗ്രിമെന്റ് നമ്മളൊന്ന് ഒപ്പിടാൻ പോവാണ്. ശ്രീധരൻ, എന്താ ലഡ്ഡു ഉണ്ടാക്കണ? കോളനി കിടന്ന് അധികം കളിക്കാൻ നിൽക്കണ്ട മലരെ, ഇറങ്ങി പൊക്കോ. അത് കണ്ട പൊട്ടിയായിക്കോ. നീ വെക്ക്, ഞാൻ വരാം. സാർ, നടരാജ് സാർ ലൈനിലുണ്ട്. ഹലോ സാറെന്താ സാർ ഈ ഫോണിൽ? തൻ്റെ ഫോണിൽ നേരിട്ട് വിളിച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ അവിടെ നടക്കുന്നത്. കൈവിട്ട് പോകുള്ളൂ സാറേ. അത് പ്രശ്നമാക്കണ്ട സാറേ, ചെറിയ പിള്ളേരാ. പിള്ളേർ ചെറുതാ, പക്ഷേ അവർ ചെയ്യുന്ന പരിപാടി ചെറുതല്ല. പ്രശ്നങ്ങളൊക്കെ നാട്ടുകാർ തന്നെ പരിഹരിക്കാൻ തുടങ്ങിയ പിന്നെ നമ്മളൊക്കെ എന്തിനാടും? ഇതൊരു മോഡലാ, നടക്കരുത്. പിള്ളേർ തെളിഞ്ഞ തെറിക്കുന്നത് താനാ. ഹലോ സാറേ, ഹലോ ഹലോ.
வந்து வந்திருக்கான் பாரு. ആ എടാ നീ എവിടെടാ? വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. കഴിഞ്ഞോ? ഇതുപോലെ നീ എന്തിനാ ഉമ്മാരൊക്കെ ചുമന്നു നടക്കുന്നത്? നീ പറഞ്ഞ പോലെ ലക്ഷ്യമല്ലേ മുഖ്യം, കൂടാരെന്നുള്ളതല്ലോ. വന്നോന്ന് വീട്ടിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. എടാ നമ്മുടെ പിള്ളേരല്ലേ? ഓ, നമ്മുടെയോ അതോ നിങ്ങളുടെയോ? നിക്ക. ലെറ്റർ കുറച്ച് വലുതാക്കണം. എടാ എടാ നിക്കടാ. നീ എവിടേക്കായി പോന്നെ? എടാ നമുക്കിത് വിടാടാ. എന്താടാ കുറച്ച് ദിവസമല്ലേ മുങ്ങിയാടപ്പ്? നീയല്ലേ ഇതെല്ലാം തുടങ്ങി വെച്ചേ? എൻ്റെ വാക്കും കേട്ട കൊള്ളക്കാർ മുഴുവൻ ഇറങ്ങിയേക്കുന്നത്. നോക്കി ഇത് മതിയാ? നേരെ പിടിച്ചേ. കൊള്ളോ? ഓക്കെ അല്ലേ? എന്തായടാ? ആ നീ വലിക്കുവോ? ഇല്ല, പുറത്തേക്ക് കേൾക്കാം. ആ നീ ബുദ്ധിയുള്ളവനാ, അവൻ്റെ പിന്നാലെ നടക്കേണ്ടവനല്ല നീ. മനുഷ്യർക്ക് അവരുടെ ഇനമായിട്ടാ വലുത്. സ്നേഹം സൗഹൃദമൊക്കെ പിന്നെയാണ്. ജനങ്ങളെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരായിരിക്കും അല്ലേ രഘുവേട്ടാ? ലോകത്ത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജനതയെ ഒറ്റയ്ക്ക് ഭരിക്കാൻ ആർക്കും പറ്റത്തില്ല. അതിനവരെ ഭിന്നിപ്പിക്കണം. എന്നിട്ട് നമ്മളാണ് അവരെ ഒന്നിച്ച് നിർത്തിയെന്നുള്ള ഒരു തോന്നലുണ്ടാക്കണം. മോളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്, അവനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ വിളിച്ച അവൻ വരില്ലേ? 2 തല്ല് കൊടുത്തിട്ടാണെങ്കിലും അവനെ തിരുത്താനുള്ള ബന്ധമൊക്കെ നമുക്കും ഇല്ലടാ. പ്രൊഫൈല് മാറുമ്പോൾ ആൾക്കാരും മാറും ചേട്ടാ. എടാ നിന്റെ ബുദ്ധിയില്ല അവൻ്റെ വളർച്ച. അതിൻ്റെ പ്രയോജനം നിനക്കും കിട്ടണം, അല്ല കണ്ടവർക്ക് മാത്രമാണ്. അവൻ്റെ വളർച്ചയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അവനെ വിളിച്ച് നമ്മൾ കൂടെ നിർത്തണ്ടേ? നീ വിളി, അവൻ വരും. ഇത്രയും അഗ്രസീവായിട്ട് നിലപാടെടുക്കുന്ന കോളനിക്കാരെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യാൻ സാധിച്ചത്? ഞാൻ അവരിലൊരാളാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. അതിപ്പോ തന്നെ യൂട്യൂബിലൊക്കെ ഇട്ടോ. ശരി എന്നാ. ആ നീ എവിടെയാടാ? ഫോൺ എടുക്കില്ല, എന്തു പറ്റി? അമ്മയ്ക്ക നല്ല പനി. ഓ, തിരിച്ച് വീട്ടിലേക്കല്ലേ? ആ ഞാനും വരാം. വാ. പണ്ട് ആർക്കോ വേണ്ടി ചെയ്ത പലതും തെറ്റായി പോയെന്ന് ഇപ്പം തോന്നടാ. ജനങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സുഖമുണ്ട്. നിനക്കിപ്പോ ഒരു ലഹരിയല്ലേ? എടാ വെറുതെ ശത്രുക്കൾ ഉണ്ടാക്കി വെക്കണോ? ആ ശത്രുക്കൾ നമുക്ക് മുമ്പ് ഉണ്ടല്ലോ. എന്താ അറിയില്ല ആരടാ? ആരാ അത്? ഓൺലൈനിലൊക്കെ ഉണ്ടല്ലോ.
നല്ല മൈലേജ് ആണല്ലോ ഭായി. പാർട്ടിയുടെ തീരുമാനം നിന്നോട് പറഞ്ഞല്ലടാ. നീ പിന്നെ പ്രശ്നം ഉണ്ടാക്കണ എന്തിനാടാ? ഈ പറഞ്ഞത് പാർട്ടിയുടെ നയമോ അതോ പൂത്തിരകുവിന്റെ ഭയോ? രഘുവേട്ടനെ പഠിപ്പിക്കാൻ മാത്രം ആയാണോ നീ? സെറ്റിംഗ് ആണല്ലേ? എന്താടാ സാറേ മിഥുൻ്റെ ചേട്ടൻ നമസ്കാരം.